നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾക്ക് വാദമില്ല. മറിച്ച് എല്ലാവരും അറിയേണ്ട മൂല്യവത്തായ ഒരു മതം അത് നിങ്ങളുടെ കൈകളിലുണ്ട്. അത് നിങ്ങൾ പകർന്നു കഴിഞ്ഞു. അള്ളാഹു അതിനവസരം നൽകി എന്നെ അതിന് തിരഞ്ഞെടുത്തതിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ജനങ്ങളെ, എൻ്റെ വാക്കുകളിലോ എൻ്റെ പ്രയോഗങ്ങളിലോ നിങ്ങൾക്കാർക്കെങ്കിലും വല്ല വേദനയും ഉണ്ടായെങ്കിൽ മാപ്പ്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നാളെ നരകത്തിൻ്റെ അഗ്നിജ്വാലകളിൽ നിങ്ങൾ ആരും ഉണ്ടാകരുത്, ഞങ്ങളും ഉണ്ടാകരുത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. മരിച്ചിട്ട് പടച്ചവനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട്. 2-ാം അധ്യായം 281. ആ ദൈവസന്നിധിയിലേക്ക് നന്മ ചെയ്യുക, നല്ല മാർഗത്തിൽ സമ്പാദിക്കുക, സമ്പാദിച്ചത് മോശമാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, അവൻ്റെ മതമേതായാലും അവനെ വെറുക്കാതിരിക്കുക, സ്നേഹത്തോടുകൂടി അവനത് പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആൻ എന്താണെന്ന് പഠിപ്പിക്കുക, പ്രവാചകൻ ആരാണെന്ന് പഠിപ്പിക്കുക, ജീവിത ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിക്കുക. നിങ്ങൾ ഞങ്ങളെ അറിയുക, നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കുക. ഞങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമേ ഉള്ളൂ, സ്നേഹമേ ഉള്ളൂ. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ. സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. സ്നേഹം അത് നിലനിൽക്കട്ടെ ലോകത്ത്, നന്മ അത് നിലനിൽക്കട്ടെ ലോകത്ത്. അതോടൊപ്പം സത്യം മാത്രം പറയുക, സത്യത്തിന് വേണ്ടി ജീവിക്കുക. ഏകനായ പടച്ചോനെയല്ലാതെ ഇനിയൊരിക്കലും എൻ്റെ പ്രസംഗം കേട്ട ഒരാളും ഗുരുവായൂരപ്പാന്നോ ശ്രേഷ്ഠ എന്നോ ശ്രീരാമ എന്നോ മുഹമ്മദ് നബിയെ എന്നോ യേശു ക്രിസ്തു എന്നോ പിശാരിക്കാവിലമ്മയെന്നോ മാതാമൃതാനന്ദമയെയോ ആരെയും വിളിക്കില്ല. അവരൊക്കെ മഹാന്മാരായിരിക്കാം, പക്ഷെ അവരാരെയും ആരാധിക്കാൻ പാടില്ല. കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. പറയൂ പ്രവാചകരെ, ഞാനൊരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കുകയില്ല. മലക്കിനോടും ജിന്നിനോടും അമ്പിയാക്കളോടും ഔലിയാക്കളോടും ബീവിമാരോടും ദേവിമാരോടും ദേവന്മാരോടും ആരോടും ഞാൻ പ്രാർത്ഥിക്കില്ല, സൃഷ്ടിച്ച നാഥ നിന്നോടല്ലാതെ. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവൻ്റെ വേദഗ്രന്ഥം അംഗീകരിക്കുക, അവൻ്റെ പ്രവാചകൻ അംഗീകരിക്കുക, മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തിന് സന്നദ്ധരാവുക. കേട്ടുന്ന നിങ്ങൾക്കെല്ലാം അഗൈധവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ഇതിനവസരം നൽകിയ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, നന്മയല്ലാതെ മറ്റൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഈ പരിപാടി നല്ല നിലക്ക് നടക്കാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇത് നടക്കരുത് എന്ന് വിചാരിച്ചവരുണ്ട്. അവർക്ക് അല്ലാഹു സൽബുദ്ധി നൽകുമാറാകട്ടെ. ഇതിലെ പോസ്റ്ററുകൾ കീറിയവരുണ്ട്. അവർക്ക് അല്ലാഹു വിശാല വീക്ഷണം നൽകുമാറാകട്ടെ. അവർക്ക് അല്ലാഹു വീണ്ടും വിചാരമുണ്ടാക്കുമാറാകട്ടെ. ഏതൊരു സമൂഹത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി തായിഫിൽ പ്രവാചകൻ ചെന്നുവോ, ആ സമൂഹം പ്രവാചകനെ കല്ലെറിഞ്ഞപ്പോൾ അല്ലാഹു മുഫ്രിലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ അവരറിവില്ലാത്തവരാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകന്റെ പ്രാർത്ഥന. അല്ലാഹുവേ, ഞങ്ങളുടെ പോസ്റ്ററുകൾ കീറിയ പണ്ഡിതന്മാരുണ്ട്, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹു മുഫ്രിലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. ഇനിയും ഞാൻ കീറും, നിങ്ങൾ എന്താക്കും എന്ന് ധിക്കാരം ചോദിച്ചവർക്കുണ്ട്, അവർക്ക് അല്ലാഹുവേ നീ വിനയം നൽകണമേ. അല്ലാഹുവേ, ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി സത്യം ജനങ്ങൾക്ക് എത്തിക്കാനുള്ള അവസരം നീ ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾ അകന്നു പോകുന്ന അവസ്ഥ ഞങ്ങളിൽ നീ ഉണ്ടാക്കരുതേ. അല്ലാഹുവേ, നീ ഞങ്ങൾ കൈക്കും പ്രദാനം ചെയ്യണമേ. നാഥ, സത്യസന്ധമായി ദീനിനെ പ്രബോധനം ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണേ. നാഥ, തീവ്രവാദങ്ങളിൽ നിന്നും ഭീകരവാദങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. തമ്പുരാനെ, മനുഷ്യരെ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവർക്കും നന്മ നൽകാനും കഴിയുന്ന വിശാലമായ മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണമേ. നാഥ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖിന ഇമാമ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖുനാ ബിൽ ഈമാൻ ഫലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.